എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നല്ലേ? ഒരു പരിപാടിക്ക് 10 രൂപയുടെ പോസ്റ്ററിന്റെ ചെലവില്ലാതെ, നോട്ടീസിന്റെ ചെലവില്ലാതെ, എന്തിനേറെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പശയുടെ ചെലവില്ലാതെ ശത്രുക്കളായ ആളുകൾ അതിന്റെ പ്രചരണം ഏറ്റെടുത്താൽ സംഘാടകർക്ക് ഇതിനേക്കാൾ വലിയ ലാഭം വേറെ വല്ലതും കിട്ടാണ്ടോ? എന്താണ് നിങ്ങൾ ആലോചിക്കായിരിക്കല്ലേ? നോളജ് സിറ്റിയിൽ അടുത്ത ദിവസം കവിയരങ്ങ് എന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അതിന്റെ പോസ്റ്റർ സംഘാടകർ പബ്ലിഷ് ചെയ്യും. പോസ്റ്റർ ഇറങ്ങേണ്ട താമസം ബഹുമാനപ്പെട്ട സുരേന്ദ്രൻജി അടക്കമുള്ള ആളുകൾക്ക് അണപൊട്ടി ഒഴുകി വികാരം. കാരണം കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി അഹോരാത്രം ഉറക്കമൊഴിച്ച് കഷ്ടപ്പെടുന്ന ആളാണല്ലോ സുരേന്ദ്രൻജി അടക്കമുള്ള ആളുകൾ. പിന്നെ ചില നിഷ്പക്ഷ നിരീക്ഷകർ എന്ന പേരിൽ വന്ന് ചാനൽ സെലക്ടീവ് നിരീക്ഷണം നടത്തുന്ന ചില കുബുദ്ധികളും അതിന്റെ പിന്നിലുണ്ട്. അവർ ഈ പറയപ്പെട്ട സാഹിത്യകാരന്മാരെ എഴുത്തുകാരെയൊക്കെ അങ്ങോട്ട് വിമർശിക്കാൻ തുടങ്ങി. ശബരിമല കാലഘട്ടത്തിൽ മതിൽ കെട്ടിയവരെ നോക്കൂ, നിങ്ങളിപ്പം സ്ത്രീ ശാക്തീകരണത്തിന് എതിരാണോ? ഒരൊറ്റ പെണ്ണ് പോലും പോസ്റ്ററില്ലല്ലോ. ഞാൻ സ്നേഹത്തോട് ചോദിക്കുകയാണ്, ഈ ഒരു പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണമെന്ന് സംഘാടകരല്ലേ തീരുമാനിക്കുക? സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും സ്ത്രീകളെ കൊണ്ടിരുത്തുക, എന്നാൽ മാത്രമേ സ്ത്രീ ശാക്തീകരണമാവൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ പങ്കാളിത്തം വേണമെങ്കിൽ സമീപകാലത്തല്ലേ അന്താരാഷ്ട്ര അക്ഷരമേള നടന്നത്? ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, കവിത എഴുതാൻ അറിയുന്ന സ്ത്രീകളാരും ഇല്ലേ? ഇല്ലാത്തതുകൊണ്ടായിരിക്കും പങ്കെടുപ്പിക്കാത്തത് എന്ന സാർക്കാസ ചോദ്യം ചോദിച്ചല്ലോ. ഈ അന്താരാഷ്ട്ര അക്ഷരമേളയിൽ മാതൃഭൂമി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എന്തുകൊണ്ട് ഒരൊറ്റ സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടായില്ല? സ്ത്രീകൾക്ക്, കേരളത്തിലെ സ്ത്രീകൾക്ക് അക്ഷരം അറിയാത്തതുകൊണ്ടായിരിക്കും, അഥവാ അക്ഷരം അറിയുന്ന സ്ത്രീകളാരും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പോട്ടെ, ഇന്നലെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നല്ലോ കേരളത്തിൽ. അതിൽ എത്ര സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു? തുഴച്ചിലുകാരിൽ എത്ര പേരുണ്ട്? എല്ലായിടത്തും വേണമെന്നേ. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും സ്ത്രീകൾ വേണം. അങ്ങനെ വാശിയുണ്ടോ? അങ്ങനെ വാശിയുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സ്ത്രീകളുടെ സാന്നിധ്യം ഇല്ല? നോക്കൂ, നിങ്ങൾ ഫോട്ടോ നോക്കൂ, ഇതിനകത്ത് മുഴുവൻ പെണ്ണുങ്ങളാണ്. എന്റെ സുരേന്ദ്രൻജി, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാഭിമാനത്തെ കെടുത്താത്ത രൂപത്തിൽ വിദ്യാഭ്യാസപരമായും അവർക്ക് സാമൂഹ്യപരമായുള്ള ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ വിവിധങ്ങളായ വീടുകളിൽ അബലകളും വിധവകളുമായ സ്ത്രീകളുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ടവർ, അക്കാരണം കൊണ്ട് തന്നെ പിതാവ് നഷ്ടപ്പെട്ട മക്കളുണ്ട്. ഈ ഹോം കെയർ പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? മർക്കസിന്റെ കീഴിൽ ആയിരക്കണക്കിന് വീടുകളിൽ ആ കുട്ടികളെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാതെ വീട്ടിൽ തന്നെ വെച്ച് മാതാവിന്റെ സംരക്ഷണത്തോടു കൂടി തന്നെ അവർക്ക് പഠിക്കാനുള്ള സാമ്പത്തിക സഹായവും മറ്റ് ചെലവിനുള്ള നിത്യവൃത്തിക്കുള്ള പണവും അയച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ പോറ്റി വളർത്തിയ ഒട്ടനവധി കുട്ടികൾ ഇന്ന് LLBക്ക് പഠിച്ചു വളർന്നവരുണ്ട്, ഡോക്ടറേറ്റിന് പഠിക്കുന്നവരുണ്ട്, ഡോക്ടറായവരുണ്ട്. അങ്ങനെ ഏതെല്ലാം മേഖല അവർ വിരാജിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു നാരങ്ങ മുട്ടയുടെ, പോട്ടെ കൊച്ചുകുട്ടിക്ക് ഏതെങ്കിലും അപരകളായ സ്ത്രീകളുടെ കയ്യിലിരിക്കുന്ന അനാഥ കുഞ്ഞിന് ഒരു പാമ്പേഴ്സ് മേടിക്കാനുള്ള പദ്ധതിയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ പറ. പിന്നെ നിങ്ങൾക്ക് എന്ത് സ്ത്രീ ശാക്തീകരണമാണ്? ഞങ്ങൾ നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെയാണ് ഞങ്ങൾ സ്ത്രീ ശാക്തീകരണം ഉണ്ടാക്കിയത്. അതാണും പെണ്ണും ഒന്നിച്ച് കലർന്ന സ്ത്രീ ശാക്തീകരണമല്ല. അവരുടെ ആത്മാഭിമാനത്തെ, അവരുടെ പാതിവൃത്തിയെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ഇസ്സത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി പൊതുസമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസവും നല്ല ഉന്നമനവും നല്ല ജീവിതവുമാണ് ഞങ്ങൾക്ക് അവരുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ മേഖലകളിൽ അവർ വിരാജിക്കുന്നു. സുദൃഢമായ സ്ഥാനങ്ങളിൽ അവർ സേവനം ചെയ്യുന്നു. ജീവിതം എവിടെയോ വെച്ച് അണഞ്ഞുപോയി, ഇനി മുന്നോട്ടുള്ള വഴിയില്ല, ഇരുട്ട് കയറിയ ജീവിതങ്ങൾക്ക് വെളിച്ചം കൊടുത്തു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അങ്ങനെ ആ വഴി, ആ നേർവഴിയിലൂടെ ജീവിച്ചു വളർന്നു വന്ന് ഇന്ന് സമൂഹത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളൊക്കെ ഈ രാഷ്ട്രീയക്കാരാണ്, പൊതുപ്രവർത്തകരാണെന്ന് പറഞ്ഞ് സ്ത്രീ ശാക്തീകരണത്തിന് എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ സുരേന്ദ്രൻജി ഈ സ്ത്രീ ശാക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വടക്കേന്ത്യയിലൊക്കെ പരീക്ഷിക്കുന്ന ഇത്തരം സ്ത്രീ ശാക്തീകരണമാണെങ്കിൽ തൽക്കാലം ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. ഞങ്ങൾ സ്ത്രീ ശാക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, അഭിമാനബോധത്തോടു കൂടി വളർന്നു വരാനുള്ള നല്ല പശ്ചാത്തലം ഉണ്ടാകണം, അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്താണോ അവർ ഭാവി ഭാസുരമാക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനത്തേക്ക് എത്താനുള്ള വഴിവെട്ടിക്കൊടുക്കണമെന്നാണ് ഞങ്ങളൊക്കെ സ്ത്രീ ശാക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ ഇവിടെ കുരക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അവരെന്താണ് സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്കെങ്കിലും ജീവിതം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസമെങ്കിലും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ലാതെ രാവു പകലും സ്ത്രീ ശാക്തീകരണമേ, സ്ത്രീകളെ ഉന്നമനമേ എന്ന് പറഞ്ഞ് ചാനൽ മുഴുവനും ഘോരം ശബ്ദിച്ച് അതിന്റെ പേരിൽ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ശാക്തീകരണമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പറഞ്ഞാൽ പോരാ, ഞാൻ എക്സാമ്പിൾ പറയാം. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഘോരം സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ഒരു അബലയായ സ്ത്രീ, ഒരു വിധവയായ സ്ത്രീയെ ചേർത്ത് പിടിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വകയുണ്ടാക്കി കൊടുക്കുക, അവരുടെ പേരും പറഞ്ഞ് മറ്റുള്ളവർ ജീവിക്കുകയാണ്. മനസ്സിലായ? അത്തരം വാഗ്ധോരണികളൊന്നുമല്ല ഞങ്ങളുടെ സ്ത്രീ ശാക്തീകരണം. മറിച്ച് പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർമ്മ പദ്ധതികളാണ് സ്ത്രീ ശാക്തീകരണം.
ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടതുകൊണ്ട് സുരേന്ദ്രജിക്ക് കൈയടിയും കിട്ടും, വയറു നിറയുന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.